ഹലോ, ഇന്ന് ഞാൻ അത്രയും സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുകയാണ്. കാരണം എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും പരിചയപ്പെടുന്ന എല്ലാവർക്കും പ്രിയങ്കരിയായ എഴുത്തുകാരി ലേഖ ജസ്റ്റിനാണ് ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത്. സന്തോഷം ഗീതേച്ചി. ലേഖയെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ലേഖ ഇപ്പോൾ ഉയർന്നു വരുന്നൊരു എഴുത്തുകാരിയാണ്. മുന്നേ എഴുതാറുണ്ട്, പക്ഷേ സ്വന്തമായ ഒരു പുസ്തക രൂപത്തിൽ വന്നത് ഈ അടുത്താണ്, നിലാത്തിരി എന്ന പുസ്തകം. ഇപ്പോൾ പല ടീച്ചേഴ്സും എല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസിന് ഈ ഒരു പുസ്തകം പാഠപുസ്തകത്തിൻ്റെ രൂപത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന്. അപ്പോൾ അത്രയും പ്രാധാന്യത്തോടെ ഇത് വായിച്ചവരെല്ലാം അത്രയും പ്രാധാന്യത്തോടെ ലേഖയുടെ എഴുത്തിനെ കാണുകയാണിപ്പോൾ. ലേഖ സത്യത്തിലും ഭാഗ്യവതിയാണ്. ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ ഇത്രയും എന്താ പറയുക അഭിപ്രായം പലരുടെ അന്ന് പുസ്തക ചർച്ചയിൽ തന്നെ കണ്ടില്ലേ, പലരും ഒരുപോലെ പറയാണ്. അതെ അതെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. അതെ, എന്ത് പറയുന്നു? ഒരുപാട് സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരു ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തോന്നലാണ്, ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന ഒരു തോന്നലിൽ കൂടിയാണ് ആ പുസ്തകം കുറേ കൂടെ വിശദമായിട്ട് എഴുതുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് ഈ ഒരു പുസ്തക രൂപത്തിലേക്ക് ആക്കുന്നത്. അങ്ങനെ. അത് ശരി, ഓക്കെ ഓക്കെ. അല്ല, ഞാനിപ്പോൾ ഈ പുസ്തകം മറിച്ച് നോക്കിയെടുത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന അത്രയും എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഇന്നത്തെ പുതിയ തലമുറകൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായ പല കാര്യങ്ങളും അതിൽ വിശദമായിട്ടുണ്ട്. വിശദം എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് തോന്നുന്നത് ഇപ്പോൾ വർണ്ണ വിവേചനം ആ ഒരു സബ്ജക്റ്റ് വായിക്കുമ്പം ലേഖേൻ്റെത് എന്താ പറയുക, അത്രയും ലേഖ മനുഷ്യരുടെ ആ ഒരു വികാരം അതായത് ചില ആൾക്കാർ അടിച്ചമർത്തപ്പെട്ട്, അതായത് ഒന്നുമല്ലാതാക്കുന്ന തരത്തിൽ ആൾക്കാരുടെ ആ ഒരു എന്താ പറയുക അവർ അനുഭവിച്ച അതെങ്ങനെ ലേഖ അത്രയും എന്താ പറയുക അത്രയും മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് എഴുതാൻ പറ്റി എന്നുള്ളതാണ്. ലേഖേൻ്റെ ചുറ്റുവട്ടത്തും അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടോ? എന്താണ്? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് സ്വയം അനുഭവിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളുമായിട്ടുണ്ട്. അതുപോലെ മറ്റ് മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്, വാർത്തകളിലൂടെ ഒരുപാട് അറിയുന്നുണ്ട്. പിന്നെ കാലാകാലങ്ങളായിട്ട് മനുഷ്യരൊരു വർഗമായിട്ട് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് നിറത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ രീതിയിലുള്ള ഒരു അധിക്ഷേപം. അത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നും ഇനി മുന്നോട്ടും അനുഭവിക്കുമെന്ന് തന്നെയാണ് മനസ്സിലുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പുരോഗമനം, എല്ലാ തലത്തിലും പുരോഗമനത്തിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ചിന്താപരമായിട്ട് എല്ലാം നമ്മൾ ഉയർന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ നിറത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നുവെച്ചാൽ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അത്തരത്തിലൊരു മനുഷ്യനെ അധിക്ഷേപിക്കുന്നതിലൂടെ അടിച്ചമർത്തുന്നതിലൂടെ ഒരു മനുഷ്യൻ്റെ ആ മനുഷ്യൻ എന്താണോ ഗുണമുള്ളത് അത് നമ്മൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് കാര്യം. അതൊരിക്കലും സംഭവിച്ചുകൂടാ. അതിൽ കൂടെയൊക്കെയാണ് ആ ഒരു എഴുത്ത് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ അനുഭവിക്കുന്നതും സ്വയം അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ. ആ ഒരു പേജുകൾ മറിച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു കാര്യം ഓർമ്മ വന്നു. എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അതായത് നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരു അബോർഷൻ നടന്നു. അപ്പൊ അബോർഷൻ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു, അതേ ആൾക്ക് 2-3 കുട്ടികളായി. എന്നിട്ടും പിന്നീട് ആ വ്യക്തി ആ ഒരാളെ കണ്ടവരും ചോദിക്കുകയാണ്, അബോർഷൻ എന്ന് പറഞ്ഞാൽ പ്രസവശേഷം കുട്ടി മരിച്ച കുട്ടീനെ പ്രസവിക്കുകയാണ്. എന്നിട്ടും ചോദിക്കുകയാണ്, അതായത് ആ പോയ കുട്ടി നിറവുള്ളതായിരുന്നോ, എല്ലാ കറുത്ത കുട്ടിയായിരുന്നോ, വെളുത്ത കുട്ടിയായിരുന്നോ, അതായത് ജീവിച്ചിരിക്കാത്ത, അതായത് ആ മരിച്ചുപോയ കുട്ടീനെ കുറിച്ച് പോലും അറിയാനുള്ള ആകാംക്ഷ. വെളുത്തതാണോ, വെളുത്തതാണെങ്കിൽ നില്ല ആ ഒരു അതാ വരുന്നത്. അതായത് അത്രയും ക്രൂരമായ വാക്കുകളാണ്. അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. സത്യത്തിലെ ആ ഒരു നിലാത്തിരി വായിച്ചപ്പോ എനിക്കത് ആ പണ്ടത്തെ ആ ഒരു കാര്യം ഓർമ്മ വന്നു എന്നുള്ളത്. ഞാൻ ശരിക്കും ഞെട്ടേന്നേ, എന്താ സംഭവം. ഒരമ്മ ഗർഭിണിയാകുമ്പോ ഒരമ്മ ചിന്തിക്കുന്നത് എന്താണ്, കുഞ്ഞിന് വൈകല്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളത് മാത്രമാണ്. ഒരമ്മ ഒരിക്കലും നിറത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല.
അമ്മയുടെ മനസ്സിൽ എപ്പോഴും വൈകല്യങ്ങൾ ഉണ്ടാവാതെ കുഞ്ഞ് ജനിക്കണേ എന്നുള്ളതായിരിക്കും. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന നിറമുള്ള മനുഷ്യർ, വെളുത്ത മനുഷ്യർ നമ്മൾ പൊതുവെ പറയുന്നു. ഈ മനുഷ്യരെല്ലാവരും സമൂഹത്തിൽ ഗുണപ്പെടുന്നവരും നല്ലവരുമാണോ? സത്യം ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അപ്പൊ നിറമല്ല പ്രാധാന്യം എന്ന് പറയുന്നത്. നിറം കുറഞ്ഞിട്ടുള്ള മനുഷ്യർ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വീട്ടിലൊരുപാട് എല്ലാവരോടും സ്നേഹമായിട്ട് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് പെരുമാറുന്ന മനുഷ്യരുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഇതാണ് ആവശ്യം. പക്ഷെ എന്നാലും സമൂഹം പ്രാധാന്യം കൽപ്പിക്കുന്നത് കാഴ്ചയ്ക്കുള്ള ഭംഗിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അല്ല, ഞാൻ സത്യത്തിൽ പറയാണ്, അതായത് നല്ല എനിക്ക് തോന്നിയ ചില കാര്യം ഞാൻ തുറന്നു പറയാണ്. അതായത് നല്ല തൂവെള്ള നിറത്തില്ല ചിലവരാ, നല്ല തന്നെയാണ്, വെള്ള നിറം ഭംഗിയ തന്നെയാണ്. ചിലപ്പോൾ എല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത്തിരി നിറം കുറഞ്ഞാൽ ഒന്നും കൂടെ അവൾ സുന്ദരിയായേനെ. അതെ അതെ, തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ട്. ആ ഭംഗിയൊക്കെ ഓരോരുത്തരുടെയും കണ്ണിലാണ്, ഓരോരുത്തരും കാണുന്ന കാഴ്ചപ്പാട് വേറെയാണ്. ഇപ്പൊ ചില തമിഴ് നടികള് എന്ത് ക്യൂട്ടാണ്, നിറം ഡിമ്മാണ്. അതുപോലെ ചിലവരെ നമുക്ക് ആ ഒരു നമ്മുടെ വീടുകളില് ഒക്കത്ത് കുട്ടികളെല്ലാം ഇരുത്തിയിട്ട് വല്ലതും തരണേന്ന് പറഞ്ഞ് പഴയ സാധനങ്ങൾ ആവശ്യപ്പെട്ട് വരുന്ന ഒരുപാട് തമിഴ് ആൾക്കാരെല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഇങ്ങനെ നോക്കി നിന്ന് പോകും അവര്, അങ്ങനെ പോകുന്നത് വരെ അയ്യോ എന്തൊരഴകാന്ന്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും കറുപ്പിന് അതൊന്നും കാണാത്ത മനുഷ്യരുണ്ട്. നമ്മള് കാണുന്നത് നമ്മുടെ നന്മയുടെ ഒരു വശത്ത് നിന്നായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഈ ഭംഗിയൊന്നും കാണാത്ത മനുഷ്യരുണ്ട് എന്നുള്ളതാണ് ഈ അധിക്ഷേപങ്ങളുടെ ഒക്കെ. അതെ. അപ്പൊ ആ ഒരു തുറന്നെഴുത്തതിന് എഴുതിയതിന് വളരെ സന്തോഷം. ബിഗ് സല്യൂട്ട്.